ഇതൊക്കെ തന്നെ പേഷ്യൻറ്റിൻ്റെ പകുതി അസുഖങ്ങൾ മാറുന്ന കൂടുതൽ. ചിരിച്ചുകൊണ്ടാണ് അമ്മ ഓപ്പറേഷൻ നീട്ടുന്ന പോലും പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഓരോ പേഷ്യൻറ്റിനെയും പേരെടുത്ത് പറഞ്ഞ് അറിയാവുന്ന പോലെയാണ്. ഹാപ്പിയല്ലേ വയ്ക്കുക കാലിൽ, പിന്നെ എന്താ സംശയം? ഞാൻ രവി മംഗലം, വടക്കഞ്ചേരിക്കടുത്ത് മംഗലം പാലം, അഞ്ചുമൂർത്തി മംഗലത്തിനടുത്താണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ മദറിൻലോ ആയിട്ടാണ് അവിറ്റീസ് ഹോസ്പിറ്റലിലേക്ക് വരാൻ ഇടയായത്. പെട്ടെന്ന് ഒരു വ്യാഴാഴ്ച ദിവസം ഒന്ന് വഴിക്ക് സ്കിഡ് ചെയ്ത് വീണതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ എമർജൻസിയിൽ പോയപ്പം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് നോക്കി എക്സ്റേ എടുത്തുള്ള റിപ്പോർട്ട് കിട്ടി. നല്ല സപ്പോർട്ടായിരുന്നു. രാത്രി 8:30-ക്കും 9 മണിക്കും 10 മണിക്കും ഇങ്ങനെയൊരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളന്ന് രാത്രി 11 മണിയാകുമ്പോൾ എക്സ്റേ എടുത്തു. ഫ്രാക്ചർ ഉണ്ടെന്ന് പറയും, സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ രാത്രി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ രാകേഷ് ഉണ്ടായിരുന്നു. ഡോക്ടർ രാകേഷുമായിട്ട് ഇവർ സംസാരിച്ച സമയത്ത് സർജറി വേണം, നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയിട്ട് പോലും ഡോക്ടർ വരികയും ചെക്ക് ചെയ്തു, മറ്റുള്ള ടെസ്റ്റുകൾക്കെല്ലാം റെഫർ ചെയ്ത് കൊടുത്തു. വളരെ ഉപകാരപ്രദമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇത് കഴിഞ്ഞിട്ട് തോന്നിയത് മൺഡേ സർജറി വെച്ചു. മൺഡേ എക്കോ ടെസ്റ്റ് നടത്തണം, മറ്റ് പല ടെസ്റ്റുകളും വേണ്ടിയിരുന്നു. കാലത്തുള്ള ടെസ്റ്റുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് കഴിഞ്ഞത്. സർജറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡോക്ടർ നടക്കാൻ വേണ്ടി പറയുന്നു, വാക്കർ വെച്ച് നടക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പം എല്ലാം സ്റ്റിച്ചൊക്കെ വെട്ടി അമ്മ ഹാപ്പിയല്ലേ വയ്ക്കുക കാലിൽ, പിന്നെ എന്താ സംശയം? അപ്പോൾ അത് കഴിഞ്ഞ് വന്നു ഞങ്ങൾ ഓരോ ആൾക്കാരെയും, കാരണം നേഴ്സ് ടീമിനെ വളരെ നല്ല ഒരു ബിഗ് സല്യൂട്ടിനെ കൊടുക്കേണ്ടി വരും. കാരണം അവർ അത്രത്തോളം സപ്പോർട്ട് ചെയ്യണം. ഓരോ ആൾക്കാർ നേഴ്സുമാർ വരുമ്പം പേഷ്യൻറ്റിനോട് ചിരിച്ച് സംസാരിക്കുക, അപ്പോൾ അതുപോലെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ചിരിച്ചിട്ട് ഉള്ള സ്വീകരണം, ഇതൊക്കെ തന്നെ പേഷ്യൻറ്റിൻ്റെ പകുതി അസുഖങ്ങൾ മാറുന്ന കൂടുതൽ. ചിരിച്ചുകൊണ്ടാണ് അമ്മ ഓപ്പറേഷൻ നീട്ടുന്ന പോലും പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ അത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഡോക്ടറും അവിടുത്തെ നേഴ്സും അവിടുത്തെ ഓപ്പറേഷൻ സിസ്റ്റവും എല്ലാം ഒരുപോലെയായിരുന്നു. അപ്പോൾ അമ്മ സർജറി കഴിഞ്ഞ് വന്നിട്ട് ബെഡിലായിരുന്ന സമയത്ത് എന്തുകൊണ്ടെന്നറിയില്ല, എത്ര ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഒന്നുകിൽ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ മറ്റേ എൻക്വയറിക്കായിട്ടുള്ള ആളുകളോ നമ്മുടെ സൂപ്പർവൈസേഴ്സോ എല്ലാവരും വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ പോലും പേഴ്സണലായിട്ട് നമ്പർ തന്നിട്ടാണ് ഡോക്ടർ രാകേഷ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് വിളിക്കാം. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു കാര്യമല്ലേ. പേഷ്യൻസുമായിട്ട് വരുന്ന ആളുകൾ, പേഷ്യൻസിൻ്റെ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഇങ്ങനെ കിട്ടുന്ന സപ്പോർട്ട് ഏറ്റവും വലിയതാണ്. ഓരോ പേഷ്യൻറ്റിനെയും പേരെടുത്ത് പറഞ്ഞ് അറിയാവുന്ന പോലെയാണ്. കാരണം ചിരിച്ച മുഖമായിട്ട് വരുന്ന ഓർത്തോ ഡോക്ടർ, അതിൻ്റെ ഫിസിയോതെറാപ്പിക്ക് വരുന്ന സപ്പോർട്ടിങ് സ്റ്റാഫ്സ്, ഓരോ ഇൻഡിവിജ്വലായിട്ട്, അതെ, ആ ഓരോ ഡോക്ടർ വരുന്നതിനെ കൂടെ ഡോക്ടറുടെ കൂടെ വരുന്ന സപ്പോർട്ടിങ് സ്റ്റാഫ്, ഫിസിയോതെറാപ്പിക്ക് വരുന്ന ആളുകൾ, ഈ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞൊരു ടീം വരുന്നു. നമുക്ക് എന്ത് കാര്യത്തിനും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഡോക്ടർ രാകേഷിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ടോട്ടലി ഫ്രീ ആണ്, ഫ്രണ്ട്ലി ആണ്. പിന്നെ ഏത് സമയത്തും നമുക്ക് റീച്ചബിളാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. രാത്രി 10 മണിക്കായാലും 11 മണിക്കായാലും എന്താണെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തം മൊബൈൽ നമ്പർ കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഇന്ന് വളരെ കുറവായിരിക്കും. വളരെ നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു കിട്ടിയത്. കിട്ടുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.